celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഷിക്കാഗോ KCS നടത്തിയ ഓണാഘോഷം ജനസാന്നിധ്യം കൊണ്ടും വർണ്ണപ്പകിട്ടാർന്ന കലാപരിപാടികൾ കൊണ്ടും ഗൗരവമേറിയ ചർച്ചകൾ കൊണ്ടും വർണ്ണാഭമായി. തൂശനിലയിൽ വിളമ്പിയ ഓണസദ്യയിൽ 800-ൽ പരം ആളുകൾ പങ്കെടുത്തു. ചെണ്ടമേളങ്ങളും വാദ്യാഘോഷങ്ങളും മുത്തുകുടകളും പുലികളികളും ഒക്കെയായി നടത്തിയ ആഘോഷയാത്രയിൽ KCS, KCC എന്ന നേതാക്കൾക്കൊപ്പം വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. ജിനോയ് കാവാലക്കലിന്റെ നേതൃത്വത്തിലുള്ള ചെണ്ടക്കാരും പുലിവേഷമണിഞ്ഞ കുട്ടികളും താലപ്പൊലിയേന്തിയ സ്ത്രീകളും ആഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. സജി പുത്രക്കയിൽ, പീറ്റർ കുളങ്ങര, റോയ് നെടുംച്ചിറ എന്നിവർ നേതൃത്വം നൽകിയ ഘോഷയാത്രയ്ക്ക് ശേഷം ശ്രീമതി ചിന്നു തോട്ടത്തിന്റെ കൊറിയോഗ്രാഫിയിൽ നടത്തിയ തിരുവാതിര കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. പിന്നീട് നടന്ന സമ്മേളനത്തിൽ KCS സെക്രട്ടറി ശ്രീ സിബു കുളങ്ങര MC ആയിരുന്നു. ശ്രീ സജി മാലിത്തുരുത്തിൽ, ശ്രീമതി ലിഡിയ മേൽക്കുരപ്പുറം എന്നിവരുടെ ഓണപ്പാട്ടോടെ സമ്മേളനം ആരംഭിച്ചു. KCS വൈസ് പ്രസിഡന്റ് ശ്രീ ജിനോ കാക്കാട്ടിൽ ഏവർക്കും സ്വാഗതം അരുളി. KCS വിമൻസ് ഫോറം പ്രസിഡന്റ് ടോസ്മി കൈതക്കത്തൊട്ടി, നാഷണൽ വുമൻസ് ഫോറം വൈസ് പ്രസിഡന്റ് ഷൈനി വിദൂരിക്കുളങ്ങര, യുവജനവേദി നാഷണൽ പ്രസിഡന്റ് ആൽബിൻ പുലിക്കുന്നിൽ, KCYLNA നാഷണൽ വൈസ് പ്രസിഡന്റ് ആൽവിൻ പിണർക്കയിൽ, KCS ലെജിസ്ലേറ്റീവ് ചെയർമാൻ അഭിലാഷ് നല്ലമറ്റം, ലൈസൻസ് ബോർഡ് ചെയർമാൻ മഞ്ജു ഒട്ടപ്പള്ളി എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. KCS പ്രസിഡന്റ് ജെയിൻ മാക്കിൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ KCSന്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങളിലെ ജനശ്രദ്ധ പുതിയ തലമുറ ഉൾപ്പെടെ ചെറുപ്പക്കാരും വനിതകളും അടക്കം KCS നേതൃത്വത്തിലേക്ക് വരുവാൻ താൽപര്യം കാണിച്ചത് സ്വാഗതാർഹമാണെന്നും അവർക്ക് വിജയാശംസകൾ അർപ്പിച്ചതിനോടൊപ്പം ആരോഗ്യകരമായ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ അഭ്യർത്ഥിക്കുകയുമുണ്ടായി. മലയാള സിനിമാ രംഗത്തെ പ്രിയങ്കരി നടി ശ്രീമതി ആൻ അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. ഏവർക്കും ഓണാശംസകൾ അറിയിച്ച ആൻ കേരളത്തിൽ നിന്നും വെളിയിലെ തന്റെ ആദ്യത്തെ ഓണം ആണെന്നും ഇത്തവണ ഷിക്കാഗോയിൽ ആഘോഷിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. CPI കേരള സംസ്ഥാന സെക്രട്ടറിയും മുൻ വനം വകുപ്പ് മന്ത്രിയും മുൻ രാജ്യസഭാ MPയുമായ സഖാവ് ബിനോയ് വിശ്വം തന്റെ ആശംസാ പ്രസംഗത്തിനിടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യവും സമൃദ്ധിയും സമ്പാദ്യവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനെപ്പറ്റിയും എടുത്തു പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ താൻ മാർപ്പാപ്പയെയാണ് അനുഗമിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ, ഫാദർ തോമസ് ആനിമൂട്ടിൽ, ഫാദർ ജിതിൻ വല്ലാർക്കാട്ടിൽ, KCCNA പ്രസിഡന്റ് ശ്രീ ഷാജി എഡാട്ട്, RVP ശ്രീ സ്റ്റീഫൻ കിഴക്കേക്കുറ്റ് എന്നിവരും ആശംസാ പ്രസംഗം നടത്തി. KCS ട്രഷറർ ബിനോയ് കിഴക്കേനടി നന്ദി പ്രഭാഷണം നടത്തി. ശ്രീമതി അനിത, നിഷ, അനീസ്, സണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂക്കളം ഏറെ ആകർഷകമായിരുന്നു. KCS ബോർഡംഗം അനിൽ മറ്റത്തിക്കുന്നേൽ സൗണ്ട് കൈകാര്യം ചെയ്തു. മീഡിയയ്ക്ക് വേണ്ടി NRI റിപ്പോർട്ട് ബിജു കിഴക്കേക്കുറ്റ്, KVTV ലൈവ് ശ്രീ സാജു കണ്ണമ്പള്ളി, സജി പണയപറമ്പിൽ, ഏഷ്യാനെറ്റിനു വേണ്ടി അനിൽ മറ്റത്തിക്കുന്നേൽ എന്നിവർ വാർത്ത സംപ്രേഷണം ചെയ്തു. ഡൊമനിക് ചൊള്ളമ്പേൽ ഫോട്ടോ കൊറിയോഗ്രാഫിയും JB ഡെക്കറേഷൻസ് സ്റ്റേജും അണിയിച്ചൊരുക്കി. ഇത്തവണത്തെ ഓണത്തിന്റെ കാറ്ററിംഗ് പാർട്ട്ണറായി റോയൽ മഹാരാജ ആയിരുന്നു. ഷിക്കാഗോ ചെണ്ട ക്ലബിന്റെ ഫ്യൂഷൻ ചെണ്ട കാണികളിൽ വിസ്മയമുണർത്തി. ഷിക്കാഗോയിലെ പ്രശസ്ത ഗായകരുടെ ഗാനമേളയും അരങ്ങേറി. കൾച്ചറൽ പരിപാടികൾക്ക് മോഹിൻ മാമൂട്ടിൽ MC ആയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.